വരുന്ന ഒരു പ്രതികരണങ്ങളുടെയൊക്കെ യോഗം ചേർന്ന് പൂരം ഗംഭീരമാക്കുന്നതിന് വേണ്ടിയുള്ള അന്തിമ തീരുമാനത്തിലേക്ക് കടക്കുകയായിരുന്നു. ഇന്ന് ഹൈക്കോടതി തന്നെ ദേവസ്വം മിനിസ്റ്ററുടെ സാന്നിധ്യത്തിൽ അവസാന ഒരുക്കങ്ങൾ നടത്തുന്നതിന് വേണ്ടി അനുമതി തന്നിരിക്കുകയാണ്. അതിൻ്റെ പിന്നാലെയാണ് നാടിനെ ആകെ ദുഃഖത്തിലാഴ്ത്തുന്ന ഈ ദുരന്തം നമ്മളെ പിടികൂടിയിട്ടുള്ളത്. ബന്ധപ്പെട്ട അധികാരികൾ ഇപ്പോൾ ദേവസ്വം മന്ത്രി ഉൾപ്പെടെ ജില്ലയിലെ മന്ത്രിമാരുൾപ്പെടെ ഈ കേന്ദ്രത്തിലേക്ക് ഏതാനും നിമിഷങ്ങൾക്കകം എത്തിച്ചേരും. അവരുമായി ആലോചിച്ച് ഇനി തുടർന്നുള്ള നടപടികൾ എന്ത് വേണമെന്ന് പൂരം ഒരു ചടങ്ങിൽ മാത്രം ഒതുക്കാനുള്ള അത് ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ ആലോചന നടത്തിയതിന് ശേഷം എങ്ങനെ വേണം എന്നുള്ളത് ബന്ധപ്പെട്ട ദേവസ്വങ്ങളുമായി കൂടിയാലോചിച്ചിട്ട് ഒരു തീരുമാനത്തിലെത്താൻ കഴിയുള്ളൂ. അത്രയും ദുഃഖകരമായ സമാനതകളില്ലാത്ത ഒരു വേദനാജനകമായ ഒരു സംഭവമാണല്ലോ നാട്ടിലുണ്ടായത്. ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു ദുരന്തം തൃശ്ശൂർ പൂരത്തിനുണ്ടോ? അതെ, ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതിന് സമാനമായ ഒരു ദുരന്തം ഇതിനു മുൻപ് ഉണ്ടായതായിട്ട് നമ്മുടെ ഓർമ്മയിലില്ല. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഈ പടക്ക നിർമ്മാണശാലകളൊക്കെ സന്ദർശിച്ചിരുന്നു മുൻപ്? പടക്ക നിർമ്മാണശാലകൾ ഇപ്പോൾ പാറമേക്കാവിൻ്റെ വെടികെട്ടുശാല പാലക്കാട് മുതലമടയിലാണ് നടക്കുന്നത്. തിരുവമ്പാടിയുടെയാണ് ഇവിടെ നടക്കുന്നത്. നമ്മളങ്ങനെ പടക്ക നിർമ്മാണശാലകൾ സന്ദർശിക്കാൻ പോകുന്ന ഒരു പതിവില്ല. ഈ മാർഗനിർദ്ദേശങ്ങളൊക്കെ ഇല്ലേ കൃത്യമായിട്ട് നിർമ്മാണശാല? അതൊക്കെ അതിന്റെ ലൈസൻസും കാര്യങ്ങളൊക്കെ ഉള്ള മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് തന്നെയാണ്. അതൊക്കെ അങ്ങനെയുള്ള ലൈസൻസിക്ക് തന്നെയാണ് ഇതിന്റെ കരാറ് കൊടുക്കുന്നതും അതൊക്കെ നിർവഹിക്കുന്നതൊക്കെ ലൈസൻസ് തന്നെയാണ്. അത് ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലൊക്കെ അതിന്റെ പരിശോധനയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഒന്നുമില്ല, ഉണ്ടാവാൻ സാധ്യതയില്ല. ഇനി അത് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളുണ്ടല്ലോ, പോലീസ് ഉണ്ട്, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, കളക്ടറുണ്ട്. അവരൊക്കെ അതിന്റെ പരിശോധനകൾ നടത്തി തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ എന്താണെന്നുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടെത്തും. ഈ മരിച്ചവർക്കും അതേപോലെ തന്നെ പരിക്കേറ്റവർക്കെല്ലാം ദേവസ്വത്തിന്റെ ഒരു സഹായം സർക്കാർ ആലോചിച്ച് സർക്കാർ തലത്തിലാണ് ചെയ്യുക. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ അല്ല, ഇത് തിരുവമ്പാടി ദേവസ്വത്തിന്റെയാണ്. കൊച്ചിൻ ദേവസ്വം ബോർഡ് ഈ വെടിക്കെട്ടുമായി നേരിട്ട് ബന്ധപ്പെടുന്നതല്ല. തിരുവമ്പാടി ദേവസ്വമാണ് ഇതിന്റെ നടത്തിപ്പിന്റെ എല്ലാ ചുമതലയും വരുന്നത്. അവരുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. അവരിപ്പോൾ മെഡിക്കൽ കോളേജിലുണ്ട്. തിരുവമ്പാടി ദേവസ്വത്തിന്റെ ആളുകൾ മെഡിക്കൽ കോളേജിൽ പരിക്ക് പറ്റിയവരുടെ അരികെ ഉണ്ട്. എന്തായാലും കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് രവീന്ദ്രനാണ് നമ്മളോട് പ്രതികരിച്ചിട്ടുള്ളത്.